ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 7:45 ആയപ്പോഴേ ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ ഹസ്ബൻഡിനെ കാണാനില്ല. നേരത്തെ എണീറ്റ് പോയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വീട്ടിലൊരു കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ എണീറ്റു, പല്ലൊക്കെ തേച്ചു. അത് ചേച്ചിയുടെ മോനെ ഞാൻ അവന് കഥയൊക്കെ പറഞ്ഞ് പല്ല് തേക്കായിരുന്നു. പിന്നെ അമ്മയുടെ അടുത്ത് പോയി അമ്മ കിച്ചണിൽ കുറച്ച് പണിയിലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അമ്മേനൊക്കെ ഹെൽപ്പ് ചെയ്ത് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന്. അപ്പോൾ ഞങ്ങളുടെ പുട്ടും കുറ്റിയാണെങ്കിൽ കുക്കറിന് ശരിക്കും ഇരിക്കുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് വന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, അങ്ങനെ സെറ്റ് ചെയ്തിട്ട് പോയി. പിന്നെ ഞാൻ പോയിട്ട് മുറ്റൊക്കെ അടിച്ചു വാരി. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പുട്ടും ചിക്കനും ആയിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി. അവരെല്ലാവരും കൂടെ അവിടത്തേക്കോ ഡിസ്കഷൻ നടക്കുക. ഞങ്ങളുടെ സുണ്ടയുടെ ഒരു മീൻ ചത്തുപോയി. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ പറയായിരുന്നു അവൻ. ഉച്ചയ്ക്ക് സ്പെഷ്യൽ ബീഫായിരുന്നു. അമ്മ അടിപൊളിയായിട്ട് ബീഫ് ഉണ്ടാക്കും, നല്ല ടേസ്റ്റ്. നമുക്ക് കുറേ ആടും ആടിൻ്റെ കുട്ടികളും ഒക്കെ ഉണ്ട്. നമുക്ക് ഭയങ്കര ക്രേസാണ് ആടുകൾ. അപ്പോൾ അവൻ വന്നിട്ട് മാമനും മോനും കൂടി ആടിനയിലേക്ക് കൊടുത്ത് ഓരോരോ കഥ. സിറ്റി ലൈഫ് എന്നൊക്കെ മാറി വീട്ടിലോട്ട് വരുമ്പോൾ ഒരു പ്രത്യേക തരം സുഖം. ഞാൻ എന്നിട്ട് അടിച്ചു വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ആ പരിപാടിക്കൊക്കെ നിന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ എപ്പോഴും എപ്പോൾ കണ്ടാലും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സീറ്റോളിൽ വന്നിരുന്ന് അമ്മനോടും ചേട്ടനോടും സിസ്റ്റേഴ്സിനും എല്ലാവരോടൊക്കെ വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങളൊരു മാംഗോ ജ്യൂസൊക്കെ ഉണ്ടാക്കി, അതൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് നേരം ഞാൻ ഇരുന്ന് TV ഒക്കെ കണ്ട്. TV കണ്ട് പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഭയങ്കര മഴ, അത്രയും നേരം വെയിലായിരുന്നു. ഞാനും അവനും കൂടി കുറച്ച് നേരം പ്ലെയിനൊക്കെ ഓടിച്ച് കഴിച്ചു. അത് അവൻ്റെ വലിയ മാമ വന്നപ്പോൾ കൊണ്ടുപോയി കൊടുത്തതായിരുന്നു. പ്ലെയിൻ ഓടിച്ച് മതിയായപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് നേരം ലുഡോ കളിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ലുഡോ കളിക്കുന്നുണ്ടപ്പോൾ അമ്മയും വന്ന്. അമ്മ കാണുന്ന പോലെ ഒന്നല്ല, അമ്മ അത്യാവശ്യം നല്ലപോലെ ലുഡോ ഒക്കെ കളിക്കുന്നതായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ചു. എണ്ണയൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് മയങ്ങിയിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അവരുടെ അമ്മ വീട്ടിൽ പോവാണ്. ഞാൻ കാറിലിരിക്കുന്ന അവർ സാധനം വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിരിക്കുക. എന്നിട്ട് ഞങ്ങൾ അവരുടെ അമ്മ വീട്ടിൽ പോവുക. ഞങ്ങൾ എപ്പോൾ നാട്ടിൽ വരികയാണെങ്കിലും അവിടെ പോയിട്ടേ ഞങ്ങൾ തിരിച്ചു പോകാറുള്ളൂ. എന്നിട്ട് തറവാട്ടിൽ നിന്ന് ചായക്ക് കുടിച്ചു. ചിപ്സ്, മിച്ചർ, തക്കാളി മുറുക്ക്, പഴം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കണ്ട് സംസാരിച്ചു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് അവൾ ഓടി രക്ഷപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി തിരിച്ച് വീട്ടിൽ പോവാം. അങ്ങനെ അമ്മ വീട്ടിൽ പോയി എല്ലാവരെയും കണ്ട്. എന്നിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. അമ്മേനെയും അവനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ എന്നിട്ട് അവിടെ എടുത്ത് ചിക്കൻ ചുക്ക എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഐറ്റം, അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. കുഴപ്പമില്ല, നമ്മുടെ കപ്പയും അതിൻ്റെ മേലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചിട്ടതും കൊള്ളായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് റോഡ് സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് ഒന്ന് കറങ്ങിയിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോകും. അപ്പോൾ നാളെ മോർണിംഗ് 5 മണിയാകുമ്പോൾ ഞാൻ തിരിച്ച് കൊച്ചി പോവും. അവർക്ക് കുറച്ച് ദിവസം ലീവുണ്ട്. അപ്പോൾ അവരത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.